മകളുടെ കല്യാണം നടത്താൻ 15 ദിവസത്തെ അവധിക്ക് ഖത്തറിൽ നിന്ന് നാട്ടിലെത്തിയതായിരുന്നു താജുദ്ദീൻ എന്ന കണ്ണൂർക്കാരൻ. കല്യാണ തിരക്കുകൾ കഴിഞ്ഞ സന്തോഷത്തിൽ 3-ാം നാൾ ഭാര്യയും മക്കളുമൊത്ത് അയാൾ ഒരു സന്ധ്യയ്ക്ക് നഗരത്തിൽ പോയി. ഇന്ന് നമുക്ക് ഹോട്ടലിൽ അത്താഴം കഴിക്കാം. അവർ തിരിച്ചെത്തിയപ്പോൾ പാതിര കഴിഞ്ഞിരുന്നു. വീടടുത്തപ്പോൾ വഴിക്ക് കുറുകെ ഒരു പോലീസ് ജീപ്പ്, തൊട്ടപ്പുറത്ത് മറ്റൊന്നുകൂടി, വഴിയിൽ ഒരു പറ്റം പോലീസുകാരും. അതിലൊരാൾ വന്ന് താജുദ്ദീനോട് ചോദിച്ചു, വണ്ടി ചെളിയിൽ പുതഞ്ഞ് കിടക്കുക, ഒന്ന് തള്ളാൻ സഹായിക്കാമോ? അയാളുടെ മകനും ഒരു സുഹൃത്തും കൂടി പുറത്തിറങ്ങി. ഇത്രയും പോലീസുകാരുണ്ടായിട്ടും തങ്ങളുടെ സഹായം ചോദിച്ചത് എന്തിന് എന്ന് അതിലാർക്കും അപ്പോൾ സംശയം തോന്നിയില്ല. പെട്ടെന്ന് പോലീസുകാരുടെ മട്ടുമാറി. എല്ലാവരും പുറത്തിറങ്ങ് എന്നായി കൽപ്പന. നിർവാഹമില്ലാതെ അവർ പുറത്തിറങ്ങി. സബ് ഇൻസ്പെക്ടർ ബിജു ഫോണിൽ ഒരു ഫോട്ടോ കാണിച്ച് താജുദ്ദീൻ്റെ ഭാര്യ നസീറയോട് ചോദിച്ചു, ഇയാളെ പരിചയമുണ്ടോ? അരണ്ട വെളിച്ചത്തിൽ അത്ര വ്യക്തമല്ലാത്ത ആ പടത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ആശങ്കയോടെ നസീറ പറഞ്ഞു, നേരെ പോലെ ഉണ്ട്. ആര്? തൻ്റെ ഭർത്താവിനെ പോലെ എന്ന്. എസ് ഐ ബിജു കനത്ത സ്വരത്തിൽ താജുദ്ദീനോട് പറഞ്ഞു, താനിനി ഈ വണ്ടിയിലോട്ട് കയറി. എന്തിന്? അയാൾ ചോദിച്ചു. അതവിടെ ചെന്നിട്ട് പറയാം. കാര്യമറിയാതെ കുഴങ്ങി നിന്ന അയാളെ 2 പോലീസുകാർ പിടിച്ചു തള്ളി ജീപ്പിൽ കയറ്റി. വേഗം പോലീസ് ജീപ്പ് കുതിച്ചു പാഞ്ഞു സ്ഥലം വിട്ടു. നസീറയും മക്കളും നിലവിളിച്ചു. പക്ഷേ ആ അർദ്ധരാത്രിയിൽ അവരുടെ ശബ്ദം കേൾക്കാൻ അവിടെ ആരുമില്ലായിരുന്നു. ഏതാനും കാട്ടുകോഴികൾ എവിടുന്നോ കൂകി വിളിച്ചു. അവരും സ്റ്റേഷനിലോട്ട് വിട്ടു. പക്ഷേ അവർക്ക് ഉപ്പയെ കാണാനോ മിണ്ടാനോ അനുവാദം കിട്ടിയില്ല. അപ്പോൾ താജുദ്ദീൻ്റെ വസ്ത്രമൊരിഞ്ഞ് അണ്ടർവെയർ മാത്രം അനുവദിച്ച് അകത്തൊരു കുടിസുമുറിയിൽ തറയിലിരുത്തി പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു. നേരം വെളുക്കുവോളം ചോദ്യം ചെയ്യലും സമ്മർദ്ദവും. നീയല്ലടാ ആ പെണ്ണുമ്പിളുടെ നെക്ലസ് പൊട്ടിച്ചത് എന്നാണ് ചോദ്യം. ഞാനല്ല, ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അയാൾ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു. അയാളുടെ കാലുകൾ കൂട്ടിക്കെട്ടി തറയിൽ കിടത്തി ഉള്ളംകാലിൽ ചൂരൽ കൊണ്ടടിക്കാൻ എസ് ഐ ബിജു ഒരുങ്ങുമ്പോൾ അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ, ഞാൻ പ്രമേഹ രോഗിയാണ്. അടികൊണ്ട് എൻ്റെ കാല് പൊട്ടിയാൽ വ്രണമാകും, ഞാൻ ചത്തുപോകും. അയാളുടെ നിലവിളി കേട്ട് പുറത്തു നിൽക്കുന്ന ഭാര്യയ്ക്കും മക്കൾക്കും ഉറക്കെ കരയാനേ കഴിഞ്ഞുള്ളൂ. നീ മോഷണം സമ്മതിച്ചേ പറ്റൂ എന്ന് പറഞ്ഞായി പിന്നീട് മർദ്ദനം. നേരം വെളുത്തപ്പോൾ മാധ്യമക്കാർ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് പോലീസ് അയാളെ വസ്ത്രം ധരിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. അയാളുടെ കോലം കണ്ട് 7 വയസ്സുള്ള ഇളയ മകൻ പൊട്ടിക്കരഞ്ഞു. ഇവനാണ് മാലക്കള്ളൻ എന്ന് പറഞ്ഞ് പോലീസ് അയാളെ മാധ്യമക്കാരുടെ മുന്നിൽ നിർത്തി പടമെടുത്ത് കരഞ്ഞു തളർന്ന മുഖവും വിങ്ങിയ കണ്ണുകളുമായി അയാൾ കുമ്പിട്ട് നിന്നു. നിസ്സഹായത ഉറഞ്ഞ് കട്ടയായതുപോലെ ഭാര്യയും മക്കളും സ്തംഭിച്ചു നിന്നു. അവരുടെ അടുത്തുള്ള ചോരക്കളം എന്ന നാട്ടിൻപുറത്തെ വഴിയിലൂടെ സ്കൂട്ടറിൽ വന്ന ഒരു കന്നടക്കാരൻ, കഷണ്ടിക്കാരൻ, വഴിപോക്കായ ഒരു മധ്യവയസ്കയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ച് കടന്നു കളന്നതായി 2 നാൾ മുമ്പ് ഒരു കേസുണ്ടായിരുന്നു. പരാതി കിട്ടിയ പോലീസ് അന്വേഷണം തുടങ്ങി. CCTVയിൽ നിന്ന് കിട്ടിയ ദൃശ്യങ്ങൾ വെച്ച് അവർ ഉറപ്പിച്ചു, കള്ളൻ ഇവൻ തന്നെ, താജുദ്ദീൻ. പോരാത്തതിന് കള്ളന്റെ ഭാര്യ തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് അവർ എഴുതി വെച്ചു. എന്താ സാക്ഷ്യം? ആളെ കണ്ടിട്ട് എൻ്റെ കെട്ടിയവനെ പോലെയുണ്ട് എന്ന് ആ സ്ത്രീ പറഞ്ഞു പോലും. മാല നഷ്ടപ്പെട്ട സ്ത്രീയുടെ മുന്നിൽ അയാളെ നിർത്തി പോലീസ് ആ സ്ത്രീയോട് ചോദിച്ചു, ഇയാളാണോ നിങ്ങളുടെ മാല പൊട്ടിച്ചത്? അതെ, ഇയാൾ തന്നെ. സംഭവ സമയത്ത് താജുദ്ദീൻ കുടുംബത്തോടൊപ്പം തൻ്റെ കടയിൽ ഉണ്ടായിരുന്നു എന്ന് അടുത്തുള്ള ഒരു ബ്യൂട്ടി പാർലർ ഉടമ മൊഴി കൊടുത്തെങ്കിലും പോലീസ് അത് ചേർക്കൊണ്ടില്ല. മോളുടെ കല്യാണത്തിനും മോൻ്റെ പഠനത്തിനും പണം കണ്ടെത്താനായിട്ടാണ് പ്രതി മാല മോഷ്ടിച്ചത് എന്നൊരു ന്യായവും കൂടി ചേർത്ത് പോലീസ് കുറ്റപത്രം തയ്യാറാക്കി അയാളെ കോടതിയിലെത്തിച്ചു. പടത്തിൽ കാണുന്ന ആൾ താനല്ല എന്നും 2 ദിവസം മുമ്പ് മകളുടെ കല്യാണം നടത്തിയ തനിക്ക് മോഷ്ടിക്കാൻ ഇറങ്ങേണ്ടതില്ലെന്നും
മോഷ്ടിക്കാനാണെങ്കിൽ ഹെൽമറ്റ് പോലും വെക്കാതെ ആരെങ്കിലും ഇറങ്ങുമോ എന്നുമൊക്കെ താജുദ്ദീൻ പോലീസിനോട് പറഞ്ഞു. അവർക്കതൊന്നും കേൾക്കേണ്ടതില്ലായിരുന്നു. കള്ളനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ കള്ളനാക്കുക എന്ന ചൊല്ല് അക്ഷരാർത്ഥത്തിൽ പോലീസ് നടപ്പാക്കി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പ്രതിക്കൂട്ടിൽ നിന്ന് അയാൾ കരഞ്ഞു പറഞ്ഞിട്ടും ആരെ കിട്ടിയാലും അകത്തിടുക എന്ന സാധാരണ രീതിയിൽ മജിസ്ട്രേറ്റ് താജുദ്ദീനെ റിമാൻഡ് ചെയ്തു. മാല പൊട്ടിച്ച കള്ളനെ 2-ാം ദിവസം തന്നെ അറസ്റ്റ് ചെയ്ത SI ബിജു പെട്ടെന്നൊരു താരമായി. ഖത്തറിൽ നിന്ന് അവധിയിൽ നാട്ടിലെത്തിയ താജുദ്ദീൻ മാല പൊട്ടിക്കൽ കേസിൽ അഴിക്കുള്ളിലായി എന്ന വാർത്ത നാടാകെ പരന്നു. അത് ഖത്തറിലുമെത്തി. അയാളെ അറിയുന്നവരൊക്കെ ഒന്ന് ഞെട്ടിയെങ്കിലും അയാളുടെ ഭാര്യ തന്നെ തിരിച്ചറിഞ്ഞ നിലയ്ക്ക് അത് സത്യമല്ലാതാകുമോ എന്ന് ചോദിക്കുകയും കേട്ടത് വിശ്വസിക്കുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ അണ്ടർവെയർ മാത്രമിട്ട് നിൽക്കുന്ന വാപ്പയെ കണ്ട 7 വയസ്സുള്ള ഇളയ മകൻ അതോടെ സ്കൂളിൽ പോക്ക് നിർത്തി. കുടുംബാംഗങ്ങൾ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമിനെ സമീപിച്ച് സങ്കടം പറഞ്ഞു. കേട്ടതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായ അദ്ദേഹം മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി എത്തിക്കാൻ അവരെ സഹായിച്ചു. പക്ഷേ താജുദ്ദീൻ അകത്ത് തന്നെ. ജാമ്യം കിട്ടിയില്ല. ഇങ്ങനെയൊന്നും എൻ്റെ ഉപ്പ ചെയ്യില്ല എന്ന ഉറച്ച വിശ്വാസമുള്ള മൂത്ത മകൻ കൂട്ടുകാരെയും കൂട്ടി അന്വേഷണത്തിനിറങ്ങി. ആരായിരിക്കും യഥാർത്ഥ കള്ളൻ? കണ്ടാൽ ഉപ്പയെപ്പോലുള്ള വേറെ ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ? ആരെയും കണ്ടെത്തിയില്ല. 54 ദിവസം അഴിക്കുള്ളിൽ കിടന്നിട്ട് താജുദ്ദീൻ ഒടുവിൽ ജാമ്യം കിട്ടി പുറത്തു വന്നു. അപ്പോൾ അയാൾക്ക് 23 കിലോ തൂക്കം കുറഞ്ഞിരുന്നു. അക്കമിട്ട് കാണിക്കാൻ പറ്റാത്ത പീഡനവും മനക്ലേശവും മാനഹാനിയും അനുഭവിച്ചത് വേറെ. അതിനിടെ പരാതികളെയും ജനകീയ പ്രക്ഷോഭത്തെയും തുടർന്ന് ഒരു DYSPയെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കാൻ ഉത്തരവായി. ആരാണ് തന്റെ പകരക്കാരൻ എന്നന്വേഷിക്കാൻ താജുദ്ദീൻ തന്നെ മുന്നിട്ടിറങ്ങി. യഥാർത്ഥ കള്ളനെ കണ്ടുപിടിക്കാൻ കള്ളനാക്കപ്പെട്ടവൻ തന്നെ ഇറങ്ങിത്തിരിക്കേണ്ട അവസ്ഥ. ഏതാനും കൂട്ടുകാരും ഉഷാറായി ആ യജ്ഞത്തിൽ അയാൾക്കൊപ്പം കൂടി. അവരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഫേസ്ബുക്കിൽ തന്റെ ദുരന്ത കഥ എഴുതി. കുറ്റം ചെയ്യാത്ത എന്നെ പോലീസ് കള്ളനാക്കി അകത്തിട്ടു. ജോലി പോയി, മാനം പോയി, ഇനിയൊന്നും എനിക്ക് നഷ്ടപ്പെടാനില്ല എൻ്റെ ജീവനല്ലാതെ. കണ്ടാൽ എന്നെപ്പോലെ തോന്നിയേക്കുന്ന ആരോ ഒരാൾ ആയിരിക്കും കള്ളൻ എന്നെനിക്ക് ഉറപ്പുണ്ട്. അയാളെ കണ്ടെത്താൻ എല്ലാവരും സഹായിക്കണം. ഖത്തറിലും നാട്ടിലുമുള്ള സുഹൃത്തുക്കൾ അത് മറ്റുള്ളവരുമായി പങ്കുവച്ചു. ഒരു ദിവസം ഖത്തറിൽ നിന്ന് അയാൾക്കൊരു കൂട്ടുകാരൻ്റെ വിളി വന്നു. എടോ താജു, തന്നെപ്പോലെ ഒരാൾ ചക്കരക്കല്ല് ഭാഗത്തുള്ളതായി എൻ്റെ ഒരു കസിൻ അറിയിച്ചിട്ടുണ്ട്. ഞാൻ അവൻ്റെ നമ്പർ തരാം, താൻ പുള്ളിയെ വിളിക്കും. അയാൾ കൂട്ടുകാരൻ്റെ കസിനെ വിളിച്ചു. സംശയിക്കുന്ന ആളുടെ ചിത്രങ്ങൾ ആ കസിൻ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് അയച്ചു കൊടുത്തു. ഫേസ്ബുക്ക് അക്കൗണ്ടുള്ള മോഷ്ടാവിനെ തേടി പുതിയ അന്വേഷണ സംഘത്തോടൊപ്പം അവർ അവിടെ പോവുകയും ചെയ്തു. പക്ഷേ അയാൾ മറ്റൊരു മോഷണ കേസിൽ അപ്പോഴേക്കും പോലീസ് പിടിയിലായെന്നും റിമാൻഡിലാണെന്നും വിവരം കിട്ടി. ആളെ കണ്ടു. CCTV ചിത്രങ്ങളുമായി ഒത്തുനോക്കി. കയ്യിലെ സ്റ്റീൽ വടയവും നെറ്റിയിലെ മറുകുമൊക്കെ കീറുകൃത്യം. മാഹിക്കാരൻ ശരത് വത്സരാജ്. ചോരക്കളം മാലപൊട്ടിക്കൽ സംഭവം ഒട്ടും സമ്മർദ്ദമില്ലാതെ അയാൾ സമ്മതിക്കുകയും സംഭവം കൃത്യമായി വിവരിക്കുകയും ചെയ്തു. മാല നഷ്ടപ്പെട്ട സ്ത്രീ അയാളെ തിരിച്ചറിയുകയും കൂടി ചെയ്തതോടെ കുറച്ചൊരു ആശ്വാസമായി. പക്ഷേ നഷ്ടമായതൊക്കെ എന്നേക്കും നഷ്ടം തന്നെ. താജുദ്ദീൻ ഖത്തറിലേക്ക് മടങ്ങി 7 മാസത്തിന് ശേഷം. തൊഴിൽ വിട്ട് ഒളിച്ചോടിയെന്നാരോപിച്ച് സ്പോൺസർ അയാളെ നാടുകടത്താൻ തീരുമാനിച്ചു. നടപടികൾ തുടരുമ്പോൾ 25 ദിവസം അയാൾ അവിടെയും ജയിലിൽ കിടന്നു. തിരിച്ചെത്തിയ താജുദ്ദീന് അപമാനിതനായ നാട്ടിൽ ഇനി താമസിക്കാൻ കഴിയുമായിരുന്നില്ല. എല്ലാം വിറ്റുപെറുക്കി അദ്ദേഹം കുടുംബത്തോടൊപ്പം കർണാടകയിലെ ഒരു കുഗ്രാമത്തിലേക്ക് കുടിയേറി. നിരപരാധിയെ വ്യാജ കേസിൽ കുടുക്കിയ SI ബിജുവിനെതിരെ പ്രതിഷേധവുമായി മുഴുപ്പിലങ്ങാട് സ്വദേശിയായ മായിൻ അലിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്തിറങ്ങി. അതോടെ
SI ബിജുവിൻ്റെ ശമ്പള വർധന 3 വർഷത്തേക്ക് തടയാൻ കണ്ണൂർ റേഞ്ച് IG അശോക് കുമാർ യാദവ് ഉത്തരവിട്ടു. അതുപോലെ കൂടുതൽ ശിക്ഷാ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ പ്രക്ഷോഭം നടത്തിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് താജുദ്ദീൻ കൊടുത്ത കേസിലും ഇതുവരെ തീർപ്പായിട്ടില്ല. 2023 ചാലക്കുടിയിലെ ഷീസ് ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ കേസിൽപ്പെടുത്തി എക്സൈസ് ജയിലിലടച്ചത് 72 ദിവസമാണ്. അവരുടെ സ്കൂട്ടറിന്റെ ഡിക്കിയിൽ ലഹരിമരുന്ന് സ്റ്റാമ്പ് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് അജ്ഞാത സന്ദേശം കിട്ടിയ ഉടനെ എക്സൈസ് സംഘം പാഞ്ഞെത്തി. ഇൻസ്പെക്ടർ സതീശൻ ഷീലയെ അറസ്റ്റ് ചെയ്തു. മാനവും ഉപജീവന മാർഗമായ ബ്യൂട്ടി പാർലറും സുഹൃത്ത് ബന്ധങ്ങളും നഷ്ടമായ ഷീല ഇപ്പോൾ ചെന്നൈയിൽ ഒരു അഗതി മന്ദിരത്തിലെ ആയയായി ജോലി ചെയ്യുന്നു എന്ന് പറയേണ്ടി വരുന്നത് ഈ നാട്ടിലെ നിയമവാഴ്ചയുടെ മേൽ വീഴുന്ന തീരാക്കളങ്കമാണ്. ഒരു സ്റ്റാമ്പ് കണ്ടാൽ എന്താണെന്നും ഒരു സന്ദേശം കിട്ടിയാൽ അതിലെ വാസ്തവം എന്തെന്നും തിരിച്ചറിയാത്ത ഈ എക്സൈസ് കഴുതകളും അവർ കൊണ്ടുവന്ന കടലാസ് ജനലിൽ കൂടി വാങ്ങി വിവരങ്ങൾ പരിശോധിക്കാതെ റിമാൻഡ് ഓർഡർ ഒപ്പിട്ട് കൊടുത്ത മജിസ്ട്രേറ്റും ഈ നാടിൻ്റെ നാണക്കേടാണ്. 2005 തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം ഭാഗത്ത് പാർക്കിൽ വിശ്രമിക്കുകയായിരുന്ന ആക്രിക്കടക്കാരൻ ഉദയകുമാറിനെയും കൂട്ടുകാരൻ സുരേഷ് കുമാറിനെയും 2 പോലീസുകാർ സമീപിച്ച് പറഞ്ഞു, നിങ്ങളെ സ്റ്റേഷനിലേക്ക് വരണം. ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾമാരായ ജിതകുമാറും ശ്രീകുമാറും. ഉദയകുമാറിന്റെ പേഴ്സിൽ കണ്ട 4000 രൂപ മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ച് അവർ ഉദയനെയും സുരേഷിനെയും സ്റ്റേഷനിൽ കൊണ്ടുപോയി കൈകാലുകൾ കെട്ടിയിട്ട് മർദ്ദിച്ചു. ഇരുമ്പ് പൈപ്പ് തുടയിൽ വെച്ച് ഉരുട്ടി അവർ മർദ്ദിച്ചു. ഉദയനെ ഉരുട്ടി കൊന്നു. കേസൊതുക്കാൻ പോലീസ് ആവുന്നത്ര കളികളൊക്കെ കളിച്ചെങ്കിലും കുമാറിന്റെ അമ്മ പ്രഭാവതി എന്ന വൃദ്ധ നീതിക്ക് വേണ്ടി നിരന്തരം പോരാടി. 13 വർഷത്തിന് ശേഷം 2018 CBI കോടതി ജിതകുമാറിനും ശ്രീകുമാറിനും വധശിക്ഷ വിധിച്ചെങ്കിലും അവരിപ്പോഴും ജയിലിൽ ചപ്പാത്തിയും ചിക്കനും വിഴുങ്ങി അടിപൊളി ആഘോഷമാണ്. 2020 ജൂലൈ 28 കോന്നി കുടപ്പനക്കുളം ദേശത്തെ കുറെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മത്തായി എന്ന യുവകർഷകനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി. കാര്യമെന്തെന്ന് പറയാതെ അടുത്തൊരു സ്ഥലത്ത് സ്ഥാപിച്ച CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതെ പോയിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പോലീസിൽ അറിയിച്ച് മേൽ നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം അത് മത്തായിയാണ് അടിച്ചു മാറ്റിയതെന്ന് ഫോറസ്റ്റുകാർ അങ്ങ് നിശ്ചയിച്ചു. മത്തായിയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ മർദ്ദനം തുടങ്ങി. മണിക്കൂറുകൾക്കകം മത്തായിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഒരു കിണറിൽ. വനം വകുപ്പിലെ 6 ഉദ്യോഗസ്ഥർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് അന്ന് കേസെടുത്തത്. IPC 304 വകുപ്പ് പ്രകാരം. കേരളത്തിലെ ഏറ്റവും ക്രൂരരായ ഉദ്യോഗസ്ഥർ വനം വകുപ്പുകാരാണെന്നാണ് പരക്കെയുള്ള ശ്രുതി. വന്യമൃഗങ്ങളെക്കാൾ ക്രൂരം. അനുഭവങ്ങളാണ് അതിന് തെളിവ്. പേഴ്സി ജോസഫ് എന്ന ബാങ്ക് മാനേജരെ IPS കാരി നിശാന്തിനി കള്ളക്കേസിൽ കുടുക്കിയതും ഇതോട് ചേർത്ത് വെക്കാം. ഇത്തരം 100 കണക്കിന് കേസുകളിൽ വെറും 4 എണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചത്. പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് ഇനി വിശദീകരിക്കേണ്ടതില്ലല്ലോ. നിയമ നടത്തിപ്പിന്റെയും സുരക്ഷയുടെയും കാവൽക്കാരാകേണ്ട പോലീസും നീതിവാഴ്ചയുടെ പ്രവാചകരാകേണ്ട നീതിപീഠങ്ങളും ജനജീവിതം കുളം തോണ്ടി നശിപ്പിച്ച് താറുമാറാക്കിയാൽ ഇരകൾക്ക് വേണ്ടി ഒരു പ്രത്യേക സുരക്ഷ ഉറപ്പാക്കാൻ ആരുണ്ടിവിടെ? അവർക്കുണ്ടായ നഷ്ടങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് ധാർമ്മികമായ ഉത്തരവാദിത്വമില്ലേ? സർക്കാരിന് ജനങ്ങളെ കാണാൻ കണ്ണും കേൾക്കാൻ ചെവിയും ഉണ്ടായിരിക്കേണ്ടതല്ലേ? ജനങ്ങൾ ചിന്തിക്കണം.